ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വെറൈറ്റി മീൻ കറികൾ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ? തേങ്ങ ചേർത്ത മീൻ കറിയിലും മുളകിട്ടയിലും ഒക്കെ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ് ട്രൈ ചെയ്യാറുണ്ട് അല്ലേ? ഇന്ന് ഞാനൊരു മുളകിട്ട മീൻ കറി തന്നെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. മിക്കവരും ഉണ്ടാക്കാറുള്ള സെയിം രീതി തന്നെയാണെങ്കിലും അവസാനം ചേർക്കുന്ന ഒരു ചെറിയ ചേരുവ നല്ലൊരു മാറ്റം കറിക്ക് തരും. അങ്ങനെ അധികം ആരും സാധാരണ മീൻ കറിയിൽ ചേർക്കാറില്ലാത്ത ഈ ഒരു ചേരുവ ചേർത്ത് കറി ഉണ്ടാക്കുമ്പോൾ കല്യാണ റിസപ്ഷനിൽ ബൊഫയിൽ കപ്പയുടെ കൂടെയും പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഷാപ്പിലെ കറി എന്ന് പറഞ്ഞ് മീൻ കറി കാണാറില്ലേ? ആ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് വേഗം ഈ ഒരു സ്പെഷ്യൽ മുളകിട്ട കറിയുടെ റെസിപ്പി നോക്കാം അല്ലേ? അതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും എൻ്റെ റെസിപ്പികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം മിസ്സാവാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടെന്നൊന്ന് ഉറപ്പുവരുത്തണേ. നമുക്ക് ആദ്യം പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. മീൻ മുളകിടുന്നതൊക്കെ തീർച്ചയായും എല്ലാവരും നാടൻ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി കടുക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മീൻ കറിയിൽ സാധാരണ കടുക് ചേർക്കാത്തവർക്ക് ഒഴിവാക്കാം. കടുക് മുഴുവനായി പൊട്ടി വന്നാൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഇനി മുഴുവനായിട്ട് ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പൊടികൾ ചേർക്കുന്നതിൻ്റെ കൂടെ ഉലുവ പൊടിച്ചത് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 10-15 ചുവന്നുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 6 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചതയ്ക്കാനായിട്ട് എടുത്തത്. ഇതിന് നമുക്ക് ഇഞ്ചിയുടെയും ഉള്ളികളുടെയും ഒക്കെ റോസ്മൽ മാറുന്നതുവരെ നന്നായി ഒന്ന് വഴറ്റാം. ഇപ്പം എല്ലാം വഴന്ന് ഈ ഒരു സ്റ്റേജിലെത്തിയാൽ നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളെല്ലാം പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അതിനായിട്ടൊരു ബൗളിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കി പേസ്റ്റ് ആക്കി എടുക്കാം. നിങ്ങൾ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പം ഇതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ ഞാൻ ഈ കറിയിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കറിക്കൊരു തിക്നെസ്സിന് വേണ്ടി മല്ലിപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഇപ്പം പേസ്റ്റാക്കി ചേർക്കാം കേട്ടോ. ഞാൻ കറിക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇതിനധികം എരിവില്ലാത്തത് കൊണ്ട് 3.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് കൂടെ നമ്മൾ ചേർക്കും. നിങ്ങൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുത്താൽ മതിയാകും. ഇങ്ങനെ പേസ്റ്റാക്കി പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് മൂപ്പ് കൂടി കരിഞ്ഞു പോവുകയില്ല. കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റും കൂടും. പൊടികളെല്ലാം മൂത്ത് കളർ കുറച്ചൊരു ഡാർക്കായി വന്നാൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. 1 തക്കാളി മതി. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി വഴറ്റാം. ഇപ്പം തക്കാളി നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിയിൽ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയാണ്. കുടംപുളി ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം പഴംപുളിയെ എടുക്കാം. ഞാൻ പുളി നല്ല പോലെ കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് പിന്നെ ആ വെള്ളത്തോട് കൂടെ തന്നെയാണ് ഇട്ടാ ചേർത്തത്. ഇനി ഇതുപോലെ നന്നായി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് നിങ്ങൾക്ക് തക്കാളി ചേർത്തതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാം കേട്ടോ. ഞാൻ അപ്പം ചേർക്കാൻ വിട്ടുപോയതാണ്. കറി നന്നായി തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. ഞാൻ 1/2 കിലോ ഒറ്റമീനാണ് എടുത്തിട്ടുള്ളത്. മീൻ ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി കയ്യിലിട്ടിളക്കാതെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുത്ത് മീൻ നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മീൻ ആവശ്യത്തിന് വേവായി വന്നാലാണ് ഇനി നമ്മുടെ ആ സീക്രട്ട് ചേരുവ ചേർക്കേണ്ടത്. അതാണ് കായത്തിൻ്റെ പൊടി. ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് കിട്ടുക. അതുകൊണ്ട് ഇതുപോലെ മീൻ മുളകിടുമ്പോൾ ലാസ്റ്റ് കായപ്പൊടി ചേർത്ത് തീർച്ചയായും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് തൊട്ട് മുന്നേ ഇച്ചിരി കൂടെ പച്ച വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. മുളകിട്ട മീൻ കറിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇരിക്കും തോറും ടേസ്റ്റും കൂടും. അപ്പം ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. പുതിയ റെസിപ്പി ഒന്നും അല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്.
ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നെ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.